നട്ടുച്ച വെയിലത്ത് ഞാൻ ഇക്കാട് ചിന്നയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അവിടെയാണ് ഇന്നത്തെ നോമ്പ് തുറ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് പിള്ളേരെയൊക്കെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ അവരിതാ ഏകദേശമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തരിക്കഞ്ഞ് റെഡി ആയിട്ടുണ്ട്, അതുപോലെ ബ്രെഡ് പോക്കറ്റ് ഷവർമയുടേതൊക്കെ റെഡി ആയിട്ടുണ്ട്, പിന്നെ അതുപോലെ ചിക്കൻ ബിരിയാണിയുടെ മസാലയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, സമൂസയുടെ ഫില്ലിങ്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധമുള്ള പണികളൊക്കെ അവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നോമ്പില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്നൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും നോമ്പാണ്, അപ്പോൾ അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ടേസ്റ്റ് ഒക്കെ അവർക്ക് പറ്റില്ലായിരുന്നല്ലോ. ചിക്കൻ ബിരിയാണിയുടെ ചിക്കനൊക്കെ അവിടെ കിടന്ന് വേവുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല മണമായിരുന്നു. ഞാനൊന്ന് തുറന്ന് നോക്കിയതാണേ വെന്തോന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ സലാഡ് ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഞാൻ സമൂസ ഷീറ്റിനകത്ത് ഫില്ലിങ്സ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവിടെ പൊരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പിള്ളേരൊക്കെ ഉണർന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അവരുമായിട്ട് നേരെ വൈകിട്ടിങ്ങ് വരാമെന്ന്. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ പോയി. ഇപ്പോൾ പിള്ളേരൊക്കെ അവിടെ ആകെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, കരച്ചിലും ബഹളവും. പിന്നെ അവരെല്ലാം റെഡിയാക്കി, ഞാനും റെഡിയായി. ഞങ്ങൾ വീണ്ടും നേരെ അങ്ങ് പോയി കേട്ടോ. പിന്നെ നോമ്പ് തുറക്കുന്ന സമയമായിരുന്നു. എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചു. മുന്തിരിങ്ങ ജ്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ സർബത്ത് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ഫ്രൂട്ട്സും ബ്രെഡ് പോക്കറ്റും സമൂസയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ദം പൊട്ടിക്കുവാണ് കേട്ടോ. ദം ബിരിയാണി ആയിരുന്നല്ലോ, അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചിന്നയുടെ മരുമോനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ സ്പെഷ്യൽ എഗ് ബിരിയാണിയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ നല്ല ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തരിക്കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. റവ വെച്ചാണ് ഈ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത്. അതൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരുന്നു. പിന്നെ ഇവിടുത്തെ 2 സുന്ദരി കുട്ടികളാണ് കേട്ടോ നിങ്ങളെ കാണിച്ചത്. പിന്നെ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി.